ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വനജെ. ഇവിടെ ഇപ്പൊ തൽക്കാലം കുഴപ്പമൊന്നുമില്ലല്ലോ. സീത സ്വന്തം കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് പോട്ടെ. ബാലൻ കുറെ കാലം ജയിലിലും കുഞ്ഞുമണി അവിടെ അനാഥാലയത്തിലും കിടന്നോട്ടെ. അങ്ങനെയൊക്കെ പറയല്ലേ വല്യണ്ണ. കുട്ടാപ്പൂനോട് സീതയ്ക്ക് സ്നേഹമാണെങ്കിലും അവളുടെ വിശ്വാസം കുഞ്ഞുമണി തന്നെ അവളുടെ മോളെന്നാ. ബാലന്റെ കാര്യത്തിലും അവക്ക് വിഷമമുണ്ട്. കുഞ്ഞുമണി മോൾ അനാഥാലയത്തിൽ കിടക്കുന്നത് ഓർക്കുമ്പോ എന്റെ നെഞ്ചു പൊടിയുക. പിഞ്ചു കുഞ്ഞല്ലേ, ബാലൻ ജയിലിൽ തന്നെ കിടന്നോട്ടെ. പക്ഷെ കുഞ്ഞുമണി നമുക്കിങ്ങി തരാൻ പോലീസുകാരോട് പറ. അവളെ അരുദ്ധതയും ഞാനും കൂടി നോക്കിക്കോളാം. പുരകത്തുമ്പോ വാഴവട്ടാൻ നോക്കല്ലേ ശകുന്തളെ. നിന്റെ മോളെ പൂട്ടിയിട്ടിരിക്കുന്ന പോലെ നിന്നെയും ഞാൻ വീട്ടിനകത്ത് പൂട്ടിയിടും. കാണണോ? അരുന്ധതിയെ പൂട്ടിയിട്ടോ? എന്തിന്? ഇവളുടെ അതേ അസുഖം തന്നെയാ, അത്യാഗ്രഹം. കുഞ്ഞുമണിയെ അനാഥാലയത്തിൽ നിന്നെടുത്ത് അവൾക്ക് രവിയുടെ ഭാര്യയാകണം പോലും. ചെപ്പാക്കുറ്റിക്ക് ഒരെണ്ണം ഇട്ടുകൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനിയും മുറിയൊന്ന് പുറത്തിറങ്ങിയാൽ കൊന്നുകളയുമെന്ന്. എലിപ്പെട്ടിക്കകത്ത് കിടക്കുന്ന എലിയുടെ അവസ്ഥയിലാ ഇവളുടെ മോള്. ഇവളുടെ മോള്? ഇത് കേട്ടാ തോന്നും എനിക്ക് അവളെ തോട്ടിൽ കൂടെ ഒഴിവ് വന്നപ്പോ കിട്ടിയതാണെന്ന്. 10 മാസം ചുമന്ന് പറ്റതാ. നിങ്ങളുടെ ചോര തന്നെ അവളും. എന്റെ ചോരയുടെ ഗുണം ഒട്ടും കാണിക്കാത്തതിന്റെ ഫലമാ അവൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. അമ്മാമ്മേ, ബാലേട്ടനെ ജയിലിൽ നിന്നും എന്റെ മോളെ അനാഥാലയത്തിൽ നിന്നും പുറത്തിറക്കാൻ അമ്മാമ്മയ്ക്ക് പറ്റുമോ? അമ്മാമ്മ കൂട്ടിയാൽ കൂടില്ല മോളെ. ഹലോ, നേരാണോ നീ പറയുന്നത്? ബാലൻ വയലോരം വീട്ടിൽ തന്നെ ഉണ്ടെന്നോ? അപ്പൊ കുഞ്ഞുമണിയോ? ശരി ശരി, വച്ചോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താ അമ്മാമ്മേ, ആരാ വിളിച്ചേ? എടി, എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്. ബാലൻ ലോക്കപ്പിലും ജയിലിലൊന്നും ആയിട്ടില്ല. എംബോക്ക് വയലോരം വീട്ടിൽ തന്നെ ഉണ്ട്. കുഞ്ഞുമണിയും കൊണ്ട് സിജൻ കവലയിൽ കൂടെ നടക്കുന്നതും കണ്ടെന്നാ കീരിസുഖു ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായി? കോടീശ്വരി കൊച്ചിനെ തട്ടിയെടുക്കാൻ വേണ്ടി മനസ്സിജൻ കളിച്ച കളിയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ചിലതൊക്കെ ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. ആ പോലീസുകാരൻ മനസ്സിന്റെ ഭാഗത്താണ്. അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ബാലനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരിക്കുകയാണെന്ന്. പേരും കള്ളി. സിജിനോടുള്ള അവരുടെ സെന്റിമെന്റ്സ് മാറ്റാൻ എനിക്കറിയാം. അമ്മാമ്മേ, മുംതാസ് മാഡത്തിന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടോ? ഉണ്ട്. എന്നാ ആ ഫോണും തന്നെ. എന്റെ മോളെ ഇവിടെ വരുത്താൻ എനിക്കറിയാം. മോള് പറഞ്ഞത് കേട്ടില്ലേ? ആ ഫോൺ അങ്ങോട്ട് കൊടുക്ക്. എന്താ നിന്റെ ഭാവം? വേണ്ടെന്ന് കരുതി ഞാൻ മാറ്റിവെച്ച ഒന്നുണ്ട്. ഇനി അത് വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല. അമ്മമ്മ ഫോൺ തരൂ. എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളാരും കേൾക്കണ്ട. ഹലോ, CI മുംതാസ് ഹിയർ. ഞാൻ സീതയാണ്, വയലോരം വീട്ടിലെ ബാലചന്ദ്രന്റെ ഭാര്യ. പറഞ്ഞോളൂ സീത. എന്റെ മുമ്പിൽ വന്ന് നാടകം കളിച്ച് നിങ്ങൾ എന്റെ മോളെ തട്ടിയെടുത്തു. ഇതുവരെ ഞാൻ കരുതിയത് അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന്. പക്ഷെ ഇന്ന് എനിക്ക് ബോധ്യമായി, ഒക്കെ സിജന് വേണ്ടി മാഡം നടത്തിയ കളിയായിരുന്നു. നിങ്ങൾ ഇതുകൊണ്ടൊക്കെ എന്താ നേടുന്നതെന്ന് എനിക്കറിയില്ല. ഒരമ്മയുടെ കണ്ണീരും ശാപവും ഇന്ന് നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും, മറക്കണ്ട. നിങ്ങളെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാനിനി മറച്ചു വയ്ക്കുന്നില്ല. മനസ്സിജൻ റിക്വസ്റ്റ് ചെയ്തപ്പോ നിങ്ങളുടെ കേസിൽ ന്യായമാണെന്ന് തോന്നിയ ഒരു സഹായം ഞാൻ ചെയ്തു. നിങ്ങൾ വയലോരം വീട്ടിൽ തിരിച്ചെത്തണമെന്നും സ്വന്തം കുഞ്ഞിനെ സ്വീകരിക്കണമെന്നും മാത്രമേ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. സ്വന്തം കുഞ്ഞ് ഏതാണെന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് എന്റെ മോളെ വേണം. അവളിവിടെ എന്റെ വീട്ടിലെത്തണം. അതിന് മാഡം എന്നെ സഹായിച്ചേ പറ്റൂ. മോളെ നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഒത്തുതീർപ്പിന് തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെയും മോളെയും വയലോരം വീട്ടിൽ തിരിച്ചെത്തിക്കാം. സമ്മതമാണോ? സമ്മതം. പക്ഷെ സിജൻ പിന്നെ ഒരിക്കലും വയലോരം വീട്ടിൽ വരാൻ പാടില്ല. എന്നൊന്നും പറയാൻ പറ്റില്ല. മനസ്സിജൻ കുഞ്ഞുമണിയുടെ അച്ഛനാണ്. മകളിൽ അയാൾക്കുള്ള അവകാശം നിഷേധിക്കാൻ എനിക്കോ നിങ്ങൾക്കോ ആവില്ല. ഒരു കുറ്റവാളിയോടാണ് നിങ്ങളുടെ അനുകമ്പ എന്നുള്ള കാര്യം മറക്കരുത്. കുറ്റവാളിയോ? വെറും കുറ്റവാളിയല്ല, കൊലപാതകി. ശിവ എന്ന ക്രിമിനലിന് എന്താ പറ്റിയതെന്ന് മാഡം അയാളോടൊന്ന് ചോദിക്ക്.
വയലോരം വീട്ടിൽ വെച്ച് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് ശിവയെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് എങ്ങോട്ടാ കൊണ്ടുപോയതെന്ന് മാഡം അയാളോട് ചോദിക്കും. ശിവയെ എന്താ ചെയ്തെന്ന് ചോദിക്ക്. ഉത്തരം തരട്ടെ സിജൻ. അപ്പൊ മാഡത്തിന് മനസ്സിലാവും സിജനെ വിശ്വസിക്കാൻ കൊള്ളാമോ ഇല്ലയോ എന്ന്. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണോ? സത്യം സത്യം സത്യം. ഏത് കോടതിയിലും വന്ന് കണ്ടത് പറയാൻ ഞാൻ തയ്യാറാ. ശരി, നിങ്ങളുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ മനസ്സിജന് ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ പൂട്ടിയിരിക്കും. റെഡിയായിരുന്നുള്ളൂ. ഞാൻ ഉണ്ടാക്കി വെച്ച പ്രശ്നം ഞാൻ തന്നെ തീർക്കാം. നിങ്ങളെ ഞാൻ നിങ്ങളുടെ ഭർത്താവിനും കുഞ്ഞുമണിക്കൊപ്പം എത്തിക്കാം. ശരി മാഡം. എടാ വൃത്തികെട്ടവനെ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്ക് സീതയെടുത്തി ഒന്ന് കാണണം. കാണിക്കാനിപ്പോ മനസ്സില്ല. എവിടെടാ ഞങ്ങളുടെ കുഞ്ഞുമണി മോള്? ആർക്കും വേണ്ടാത്ത ഒരു കൊച്ചിനെ ഇവിടെ കൊണ്ടിട്ടിട്ട് നീ ഞങ്ങളുടെ കുഞ്ഞുമണി മോളെ വയലോരം വീട്ടിൽ കൊണ്ട് കൊടുത്തു അല്ലേടാ? എനിക്ക് സംസാരിക്കേണ്ടത് സീതയെടുത്തിയോടാ. എടാ മര്യാദയ്ക്ക് ഇറങ്ങി പോയാലേ കുത്തി കീറിക്കളയും ഞാൻ. ആ അതെ, ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതല്ലാതെ ചോര കണ്ടിട്ടുണ്ടോ താൻ? ഇല്ലല്ലോ. കണ്ടിട്ടുള്ളവനാ ഞാൻ. കണ്ട് അറപ്പ് മാറിയവൻ. വിളിക്ക് സീതയെടുത്തിയെ. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങ് പൊക്കോളാം. വിളിക്കാൻ. സിജ, സിജൻ എന്താ വേണ്ടത്? എനിക്ക് സീതയെടുത്തിയോടൊന്ന് സംസാരിക്കണം. പറയാനുള്ളത് മുഴുവൻ ഞാൻ കേൾക്കാം. പക്ഷെ അതിനു മുൻപ് എനിക്കൊരു ചോദ്യമുണ്ട്. എന്തിനാ ഇത്രയും വലിയ നാടകം കളിച്ച് എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയത്? ജന്മം എടുത്തത് എങ്ങനെയോ ആയിക്കോട്ടെ സിജ. അവൾ എന്റെയോ കുട്ടിമണിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗർഭപാത്രത്തിൽ പിറന്നവളായിക്കോട്ടെ. മനസ്സുകൊണ്ട് എന്റെ മോളോ അവള്. അത് അംഗീകരിക്കാൻ നിങ്ങൾക്കൊക്കെ എന്താ മടി? കുട്ടാപ്പൂനെ പൊന്നുപോലെ ഇവള് വളർത്തുന്നേ. എന്റെ മോക്കിപ്പോ 2 മക്കളാ. നന്ദിയുണ്ട് സീതയെടുത്തി, ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരവാണ് എനിക്ക് വേണ്ടത്. എന്തിനാ എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയത്? ബാലേട്ടനും അതിന് കൂട്ടുനിന്നു. എനിക്ക് പകരം അറസ്റ്റ് വരിച്ച് മഹാത്യാഗിയായി. എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? അതിനുള്ള ഉത്തരവാ സീതയെടുത്തിയുടെ അമ്മ ഇപ്പൊ പറഞ്ഞത്. സീതയെടുത്തിക്ക് ഇപ്പോ 2 മക്കളായില്ലേ? അങ്ങനെ ഒരു നാടകം കളിച്ച് കുട്ടാപ്പൂനെ ഇവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിലോ സീതയെടുത്ത് തിരിഞ്ഞു നോക്കുമായിരുന്നു അവനെ. അവനെ തിരിഞ്ഞു നോക്കിട്ട് എന്നാത്തിനാ? ഇവിടെ മോളെ കുഞ്ഞുമണിയാ. മര്യാദക്ക് അവളെ ഇവിടെ കൊണ്ട് നിർത്തിട്ടെ ഇതിനെ എടുത്തോണ്ട് എവിടേക്കാന്ന് വെച്ചാ പൊക്കോണം. ശകുന്തളേ, എന്തോ മര്യാദയ്ക്ക് വീട്ടിൽ പൊയ്ക്കോണം. ഇനി പുറത്തേക്ക് ഇറങ്ങരുത്. ഇറങ്ങിയാ ചവിട്ടി കൊന്നുകളയും ഞാൻ. അങ്ങനെയെങ്കിലും പൂക്കൊടിയാകും ചോര കാണുപടി. ഓടി വീട്ടിലേക്ക്. നിങ്ങൾ സംസാരിക്കും, ഞാനും മാറി തന്നേക്കും. എന്റെ മോള് അവൾ എവിടെയാ സിജ? കുഞ്ഞുമണി ആശുപത്രിയില്ല. ആശുപത്രിയിലോ? സീതയെടുത്തിയെ കാണാതെ കരഞ്ഞു പനി പിടിച്ചു. ഇനിയിപ്പോ എന്റെ കൈ നിൽക്കില്ല. അമ്മ തന്നെ വന്നേ പറ്റൂ. അമ്മേ, എന്റെ മോള്. നീ സിജന്റെ കൂടെ ചെല്ല്. കുഞ്ഞുമണിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പൊ കുട്ടാപ്പൂ? അവൻ ഈ മുത്തശ്ശിയെ വലിയ ഇഷ്ടമാ മോളെ. ഞാൻ നോക്കിക്കോളാം. സിജ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. സീതയെടുത്തി SK ഹോസ്പിറ്റലിലേക്ക് ചെന്നാ മതി. ഞാൻ വേറൊരു വഴിക്കാം. വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാ സിജൻ എന്നും ഈ പടി കടന്ന് വരാറുള്ളത്. ഇക്കുറിയും പതിവ് തെറ്റിയില്ല. നീ ഈ ബാഗ് ഒരുക്കുമ്പോഴും സാരി മാറുമ്പോഴും ഒക്കെ നിന്നോട് ഞാൻ ചോദിച്ചു എവിടേക്കാ യാത്രയെന്ന്. നീ ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഇപ്പൊ ഈ അമ്മയ്ക്ക് മനസ്സിലായി ഒരു യാത്ര വേണ്ടി വരുമെന്ന്. നിനക്ക് ഉൾവിളി ഉണ്ടായല്ലേ? അമ്മമാർക്ക് ദൈവം കൊടുക്കുന്ന സിദ്ധിയാ മോളെ അത്. ചെല്ല്, ഇനി എല്ലാം ശരിയാവും. എന്റെ തമ്പി സാറേ, രവിയേട്ടൻ പറഞ്ഞതൊക്കെ നേരാ. ശിവയെ ഞാൻ വയലോരം വീട്ടിൽ വെച്ച് പിടികൂടി.
പിന്നെ അവനെ എന്താ ചെയ്തതെന്ന് എന്നോട് ചോദിക്കരുത്. അതെന്നും ഞാൻ മാത്രം അറിയുന്ന രഹസ്യമായിരിക്കും. ഇന്ന് രാത്രി തന്നെ ഞാൻ ബാംഗ്ലൂർക്ക് തിരിക്കും. അവിടെ എത്തിയിട്ട് സാറിനെ വിളിക്കാം. സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്തൊക്കെയുണ്ട് മനസ്സിജ? സുഖം തന്നെയല്ലേ? ഒന്ന് ഫോൺ വിളിച്ചാ എന്റെ മുന്നിൽ വന്ന് ഹാജരായിക്കോളാന്ന് നീ പണ്ടേ പറഞ്ഞതാ. എന്നാലും ഞാൻ എന്റെ ഡ്യൂട്ടി വേണ്ടവിധം ചെയ്യുന്നതല്ലേ നല്ലത്. നീ വന്ന് കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് നിന്നെ അങ്ങ് പൊക്കുന്നാണെന്ന് എനിക്ക് തോന്നി. ജീവിതത്തിന്റെ ഒരു ജംഗ്ഷനിലിട്ട് നിന്നെ പൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു മനസ്സിലാ. ഇതാണ് ആ ജംഗ്ഷൻ. നീ വണ്ടി കയറ്. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ശിവപാണ്ഡ്യ പെരുമാളിനെ കൊന്ന കേസിലാ നിന്റെ അറസ്റ്റ്. നീ എന്താടാ കരുതിയത്? ഞാനൊന്നും അറിയില്ലെന്നോ? ശാരദയുടെ ആത്മാവ് നിന്നെക്കൊണ്ട് ചെയ്യിച്ച ക്രൂരതയുടെ പിന്നാലെ ഉണ്ടായിരുന്നു ഞാൻ. വയലോരം വീട്ടിൽ നിന്ന് തന്നെ തെളിവ് കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ 2 പൊടിക്കുഞ്ഞുങ്ങളെ സീതയെ ഉപയോഗിച്ച് നീ കളിച്ച ഇമോഷണൽ ഡ്രാമയ്ക്ക് ഞാൻ കൂട്ടുനിന്നത്. എന്റെ തന്ത്രം ഫലിച്ചു. കുട്ടിമണി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച രാത്രി, മതികലയ്ക്ക് ഭ്രാന്ത് പിടിച്ച രാത്രി, വയലോരം വീട്ടിൽ എന്താ നടന്നതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ ഒരുമിച്ച് പോവല്ലേ മനസ്സിലാ? മാഡം, നിങ്ങൾക്കെല്ലാം അറിയാം. എൻ്റെ കുട്ടീനെ തിരക്കി ബാംഗ്ലൂർക്ക് പോകാനിരിക്കുക ഞാൻ. തൽക്കാലം എന്നെ വിടണം. 3 ദിവസത്തിനുള്ളിൽ ഞാൻ മാഡത്തിനെ വന്ന് കണ്ടോളാം. തൽക്കാലം നീ എന്റെ കൂടെ വാ. എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമാണെങ്കിൽ നിന്നെ ഞാൻ തന്നെ ബാംഗ്ലൂരിലേക്ക് കയറ്റിവിടാം. വണ്ടിയിൽ കയറി മനസ്സിലാ? മാഡം, വാ. സിസ്റ്ററെ, സിസ്റ്ററെ, കുഞ്ഞുമണി ഏത് റൂമിലാ സിസ്റ്ററെ? നിങ്ങളാരാ? ഞാൻ അമ്മേ സിസ്റ്ററെ. ഓഹോ, അമ്മയാണല്ലേ. നിങ്ങളെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു ഞാൻ. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. വരൂ. അമ്മ ഉണ്ടടാ. ഇനി അമ്മ നിന്നെ വിട്ട് എങ്ങും പോവില്ല. മോളെ, നീ അവക്ക് ഇത്തിരി പാല് കൊടുക്ക്. അതോടെ അവളുടെ അസുഖം എല്ലാം മാറും. ബാല, നീ ഒന്ന് പുറത്തോട്ട് വാടാ. സിജൻ ചെയ്തത് ഉചിതമായി മക്കളെ. കുട്ടിമണിയുടെ പനിക്കുള്ള മരുന്ന് അവളുടെ അമ്മ തന്നെയാ. അതിന് സീതയല്ലല്ലോ അപ്പച്ചിയമ്മ അവളുടെ അമ്മ. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് സീത തന്നെയാ അമ്മ. അതിപ്പോ തെളിഞ്ഞില്ലേ ബാല? അപ്പോ എന്റെ കുട്ടാപ്പു അമ്മയില്ലാത്ത കുഞ്ഞായിട്ട് വളരുമല്ലേ? വിഷമിക്കാതെ മക്കളെ. എന്റെ മരണം വരെ ഞാൻ അവന്റെ അമ്മയായിരിക്കും. എത്ര കാലം ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിലും. കുട്ടിയുടെ അമ്മ വന്നു സിസ്റ്റർ ഒന്ന് പറഞ്ഞു. അച്ഛനെവിടെ? കാണുന്നില്ലല്ലോ. അച്ഛൻ ഇവനാ ഡോക്ടറെ അച്ഛൻ. ആശുപത്രി കൊണ്ടുവന്നത് അമ്മാവനാ. ഓ, അങ്ങനെയാണല്ലേ. ആ, എന്തായാലും ഇത്രയും പനി പിടിച്ച കുട്ടിയെ അച്ഛനമ്മമാർ ഇതുവരെ തിരിഞ്ഞു നോക്കാത്തത് ഒട്ടും ശരിയായില്ല കേട്ടോ. ഇനി എല്ലാം ശരിയാവും. സീത കുഞ്ഞിന് പാല് കൊടുക്കുവാ ഡോക്ടറെ. ഇത്തിരി പണം കെട്ടിവെക്കാൻ പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇന്ന് വേണമെന്നില്ല, നാളെ രാവിലെ മതിയാവും. ഏറെ ദിവസം കിടക്കേണ്ടി വരും ഡോക്ടറെ. ആദ്യം പനി മാറട്ടെ, എന്നിട്ട് ഡിസ്ചാർജിന്റെ കാര്യം ആലോചിക്കാം. പോരെ? ആ, മതി. പാല് കൊടുത്തു കഴിയട്ടെ. ഞാൻ പോയിട്ട് പിന്നെ വന്ന് കുഞ്ഞിനെ പരിശോധിക്കാം കേട്ടോ. ഓക്കെ. കുറച്ച് പണം സംഘടിപ്പിക്കാനുള്ള അപ്പച്ചിയമ്മേ. രവിയെ വിളിച്ചു പറ. വലിയ കാശുകാരനല്ലേ? ഏയ്, അത് ശരിയാവില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ ഇതുവരെ ഒന്നും തിരിച്ചു വിളിച്ചില്ലല്ലോ. ശരിയാ, നമുക്ക് വേണ്ടവന്റെ കാശ്. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ അവളെ നോക്കിക്കോളാം. നിന്നോട് ഞങ്ങളൊരു തെറ്റ് ചെയ്ത് പൊറുക്കണം മോളെ.
നിങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. സിജൻ ചെയ്തതൊരു വലിയ ശരിയായിരുന്നു. പക്ഷെ സിജനെ ഞാൻ ചതിച്ചു. എന്ത് ചതിയാ നീ സിജനോട് ചെയ്തത്? അത് ഞാൻ ഒരു ചതിയും ചെയ്തിട്ടില്ല. അവനോട് വയലോരം വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞതല്ലേ. നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അതിലൊരു തെറ്റുമില്ല. കുട്ടാപ്പു എവിടെ? അവനെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? അവന് സുഖമല്ലേ സീതേ? അതെ, സുഖം. അവക്ക് ഇതുവരെ അവനോടുള്ള നീരസം മാറിയില്ലേ ബാല? എനിക്കൊന്നും അറിയത്തില്ല അപ്പച്ചിയമ്മേ. വീണ്ടും വന്നു. നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഡോക്ടർ എന്നെ അന്വേഷിച്ചിരുന്നോ? ഉവ്വ്, മിസ്റ്റർ മഹാദേവൻ തമ്പി എന്നെ വീണ്ടും വിളിച്ചിരുന്നു. എന്തിനാ? എന്റെ വട്ടച്ചിലവിനുള്ള തുക പുതുക്കി നിശ്ചയിക്കാനാണോ? അല്ല, തമ്പി പറയുന്നത് മതികലയെ ബാംഗ്ലൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നാ. നടക്കില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ എന്റെ മകളെ ഞാൻ അയാളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കില്ല. ഈ മറുപടി തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ മിസ്സസ് ജലജ, സൈക്യാട്രിയിൽ ഒരുപാട് പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്ന കാലമാണ്. ബാംഗ്ലൂർ അതിന്റെ കേന്ദ്രവും. സാധ്യത തീരെ കുറവാണെങ്കിലും ഒന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ എന്റെ മകളെ പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ എന്റെ മോളെ ഇവിടെ തന്നെ ചികിത്സിക്കും. എന്തിനാ ഇത്ര വാശി? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്കൊരു ചേഞ്ച് ആവശ്യമാണ്. ഇനി കുറച്ചു കാലം ബാംഗ്ലൂർ ജീവിക്കും. മഹാദേവൻ തമ്പി വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ അയാൾക്ക് കഴിയും. പക്ഷെ അയാളുടെ പ്രവൃത്തികൾക്ക് മാപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അയാളാ എന്റെ മോളെ ഇങ്ങനെ ആക്കിയത്. അവൾ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ പൊട്ടിയുടെ കൊച്ചിന് വാരിക്കൊടുത്ത് മരുമകനെ വിലക്കെടുത്തപ്പോഴാ എന്റെ മകൾ ഇങ്ങനെ ആയത്. അല്ല, ഡോക്ടർക്ക് എന്താ ഇതിൽ ഇത്ര ഇൻട്രസ്റ്റ്? കുറെ ലക്ഷങ്ങൾ എറിയാന്ന് തമ്പി പറഞ്ഞോ? മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾ എന്താ കരുതിയത്? ഏതാനും പച്ച നോട്ടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ പ്രൊഫഷന്റെ അന്തസ്സ് ത്യജിക്കുന്നു? എങ്കിൽ പദവിയും അന്തസ്സും കെട്ടിപ്പിടിച്ച് മര്യാദയ്ക്ക് ചികിത്സിച്ചാ മതി. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. പിന്നെ മകൾക്ക് വേണ്ടി അയാൾ ഇവിടുത്തെ ബില്ല് അടയ്ക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ. അങ്ങനെയെങ്കിലും അവൾ അനുഭവിക്കേണ്ട കാശിൽ കുറച്ച് അവൾക്ക് കിട്ടിക്കോട്ടെ. നിങ്ങൾ നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല. നന്നാവണ്ട. ജലജ ജീവിച്ചത് ഇങ്ങനെയാ. ഇങ്ങനെ തന്നെ ഞാൻ മരിക്കുകയും ചെയ്യും. ഇങ്ങനെ മരിക്കുന്ന കാര്യം സംശയം. മിക്കവാറും മകളെ പോലെ സെല്ലിനുള്ളിൽ കിടക്കാനാവും നിങ്ങളുടെ വിധി. ആ മിസ്റ്റർ തമ്പി, അന്നേരം വന്ന് രണ്ടുപേരും കൊണ്ടുപോട്ടെ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ വർത്താനം എന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. ഡോക്ടർ കണ്ടോ, ജലജ ഇങ്ങനെ തന്നെ ജീവിക്കും. എന്റെ മകളുടെ രോഗം ഭേദമാകുന്നതുവരെ ഞാൻ പിടിച്ചു നിൽക്കും. അതുവരെ എന്റെ മനോനിലയ്ക്ക് ഒരു തകരാറും വരില്ല. നമുക്ക് കാണാം. വരട്ടാതെ പോ ഡോക്ടറെ. ചെല്ലേ. തമ്പി, ഇതാണ് മദേഴ്സ് മാജിക്. അമ്മ വന്നതോടെ കുഞ്ഞിന്റെ കരച്ചിൽ മാറി, പനിയും കുറഞ്ഞു. മിക്കവാറും നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിഞ്ഞേക്കും കേട്ടോ. ഓക്കെ, ശരി എന്നാ. പരുത്തിക്കാവിലമ്മേ, നീ കാത്തു. എങ്കിൽ പിന്നെ ഞാൻ അപ്പച്ചിയമ്മയെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരാം സീതേ. കൗണ്ടറിൽ ചോദിച്ചിട്ട് ഏകദേശം എത്രയാവും അറിഞ്ഞാൽ നാളത്തേക്ക് ആ പണം അറേഞ്ച് ചെയ്യാലോ. ബാലേട്ടൻ ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടെ ഞാൻ നോക്കിക്കോളാം. അയ്യോ, സന്ധ്യ ആകാറായി. രാത്രിയിലെ കുഞ്ഞിനെയും കൊണ്ട് നീ ഒറ്റയ്ക്ക് കിടക്കുന്നത് ശരിയല്ല. ബാലനിങ് വരും. അതെ, ഞാൻ മോളെ കൊണ്ട് ഇവിടുന്ന് കടന്നു കളയുമെന്ന് പേടിയായിരിക്കും രണ്ടുപേർക്കും. ഒരു പേടിയില്ല. കുഞ്ഞുമണിയും കൊണ്ട് നിന്റെ വീട്ടിലോട്ട് പോകാനാ തീരുമാനമെങ്കിലും വിരോധമില്ല. നാളെ കുട്ടാപ്പൂനെ ഞാൻ വന്നെടുത്തോളാം. വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് ഒന്നുകൂടെ ആലോചിക്കണേ മോളെ. ഒരു പരിഹാരമില്ല അപ്പച്ചിയമ്മ. പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തത്. ഇവളുടെ വീടിന് മുമ്പിൽ അറസ്റ്റ് നാടകം വരെ നടത്തിയില്ലേ? കുട്ടാപ്പൂനെ ഇവളെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ നടത്തിയ കളിയിൽ പാവം കുഞ്ഞുമണിയെ ഞാൻ മറന്നു. അവളൊഴുക്കിയ കണ്ണീരിന് ഒരു ദൈവം എനിക്ക് സിജനും മാപ്പ് തരില്ല അപ്പച്ചിയമ്മ.
ഈ അമ്മാവന് അച്ഛനോട് പൊറുക്കണം. എന്നെ കേൾപ്പിക്കാൻ വേണ്ടി ബാലേട്ടൻ തിരുത്തണ്ട. നിന്നെ കേൾപ്പിക്കാനായിട്ട് തിരുത്തിയതല്ല, ആത്മാർത്ഥമായിട്ട് തന്നെ അച്ഛനെന്ന് പറഞ്ഞത്. ജന്മം കൊണ്ട് എന്തു ആയിക്കോട്ടെ, അപ്പച്ചീമ പറഞ്ഞതുപോലെ കർമ്മം കൊണ്ട് ഞാൻ ഇവൾക്കും അച്ഛനായിരിക്കും. പോ അപ്പച്ചീമ്മ, വരട്ടെ. ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞത്. എനിക്കൊരു അബദ്ധം പറ്റിയതാ മാഡം. ഞാൻ വെറുതെ വിളിച്ച് പറഞ്ഞതൊക്കെ. സിജൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനിത് പ്രതീക്ഷിച്ചു സീതേ. മനസ്സിജൻ വീട്ടിൽ വന്ന് സമസ്ത അപരാധവും പറഞ്ഞ് മാപ്പ് ചോദിച്ചുവെന്ന് നിങ്ങളുടെ അമ്മ പറഞ്ഞപ്പോ തന്നെ എനിക്കറിയായിരുന്നു. മുമ്പ് പറഞ്ഞ മൊഴിയിൽ നിന്ന് നിങ്ങൾ മലക്കമറിയുന്നു. പിന്നെ ശിവ നിങ്ങളുടെ വീട്ടിൽ വന്ന രാത്രിയെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. മനസ്സിജന് വേണ്ടി കുട്ടിമണി പ്രാർത്ഥിച്ച രാത്രി ശാരദയുടെ ആത്മാവ് മനസ്സിജനെക്കൊണ്ട് പുണ്യകർമ്മം ചെയ്യിപ്പിച്ച രാത്രി, സിം കാർഡും മെമ്മറി കാർഡും തേടി വയലോരം വീട്ടിലെത്തിയ മതികലയ്ക്ക് ഭ്രാന്ത് പിടിച്ച രാത്രി. അന്നെന്താ നടന്നതെന്ന് എനിക്ക് ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അബോധാവസ്ഥകളുടെ വഴികളിലെവിടെയോ വെച്ച് മതികല സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. അവൾ വിളിച്ചു പറഞ്ഞു, ശിവയെ മനസ്സിജൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നും വയലോരം വീട്ടിലുള്ളവർ അത് കണ്ട് രസിച്ചു നിന്നുവെന്നും. ഇല്ല മാഡം, അവള് വെറുതെ ഭ്രാന്ത് പറഞ്ഞതായിരിക്കും. നിങ്ങൾ എനിക്ക് ചെയ്ത കോളും ഭ്രാന്തായിരുന്നോ? എനിക്ക് വരുന്ന കോളുകളൊക്കെ ഓട്ടോമാറ്റിക്കായി റെക്കോർഡാവും. സീതയ്ക്ക് കേൾക്കണോ ദൃക്സാക്ഷിയുടെ മൊഴി? പ്ലീസ്, ദയവ് ഇത് ഉപദ്രവിക്കരുത്. സിജനെ അറസ്റ്റ് ചെയ്യരുത്. എന്റെ എടുത്തുചാട്ടം കാരണം ഞാൻ ചെയ്തു പോയതാ. എടുത്തുചാട്ടം, അതാണ് കറക്റ്റ്. മനസ്സിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു. ശിവയുടെ ബോഡി മനസ്സിജൻ എങ്ങോട്ടാ കൊണ്ടുപോയത്? അയാൾ കൊന്നിട്ടില്ലെന്ന് സീത വാദിക്കണ്ട, ഞാൻ വിശ്വസിക്കില്ല. എന്നെ വെറുതെ വിടണം മാഡം. ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറി ഒരു നല്ല ജീവിതം കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ കഴിയാൻ ഞാൻ. ദയവ് ഇത് ഉപദ്രവിക്കരുത്. അങ്ങനെ പറഞ്ഞ എങ്ങനെ സീതേ? എനിക്കെന്റെ ഡ്യൂട്ടി ചെയ്യണ്ടേ? ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ അമ്മയെ കൊന്നവനാണ് ശിവ. ഇത്രയും കാലം നിങ്ങളെയൊക്കെ കബളിപ്പിച്ചവൻ നടന്നു. അവൻ മരിച്ച ഈ നാട്ടിൽ അത്രയും കുറ്റകൃത്യം കുറയുന്നെങ്കിലും കാര്യത്തിൽ കൂടെ മാഡം. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കേണ്ട ജോലി ഞങ്ങൾ പോലീസുകാരുടെയാ, ജനങ്ങളുടേതല്ല. സിജനെ അറസ്റ്റ് ചെയ്തോ? വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും സീത ആലോചിക്കണ്ട. ചോദിക്കുന്നതിന് ഉത്തരം പറയാ. മനസ്സിജന്റെ കൂടെ അവന്റെ വാലും ഉണ്ടായിരുന്നോ? പിച്ചള മതി. ഈ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് ഉത്തരം കിട്ടി. ഉണ്ടായിരുന്നു. എന്തെങ്കിലും സംശയം ക്ലിയർ ചെയ്യണമെന്ന് തോന്നിയാ ഞാൻ ബാലന്റെ ഫോണിൽ വിളിക്കും. മര്യാദയ്ക്ക് ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കയറി വന്ന് ശല്യപ്പെടുത്തില്ല. നിങ്ങളുടെ ദാമ്പത്യ ഭദ്രതയ്ക്കായി ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് തരാൻ കഴിയൂ. മാഡം, മാഡം. നമ്മുടെ ജീവിതം പിന്നെ നൂൽപാലത്തിലൂടെയാണല്ലോ മോളെ. അമ്മ എന്താ ചെയ്യണ്ട മോളെ? കുട്ടിമണി, നീ എന്തോന്ന് ആലോചിക്കുന്നേ? ഞാനോ? ഞാൻ വയലോരം വീടിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. നീ എന്താ കുട്ടിമണി എന്റെ വീടിനെ കുറിച്ച് ആലോചിക്കാത്തെ?
ഞാൻ എത്ര പറഞ്ഞിട്ടും നമ്മൾ ഒരുമിച്ചുണ്ടായ കാലം ഓർക്കാത്തതെന്താ? ഓർമ്മയുള്ള കാലത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണമെന്നാണ് ലൈല ഡോക്ടർ പറഞ്ഞത്. അതല്ലേ രാഹുല നല്ലത്? അല്ല കുട്ടിമണി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ. പറയ്, നീ എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? പറയ് പറയ് കുട്ടിമണി. പറയ് കുട്ടിമണി, നിനക്കെന്നെ ഇഷ്ടമാണോ? എനിക്കറിയില്ല രാഹുല. വയലോരം വീട്ടിലെ കുട്ടിമണിയാണ്. വല്യേട്ടൻ്റെയും കുഞ്ഞേട്ടൻ്റെയും പിന്നെ അമ്മയുടെയും അപ്പച്ചി അമ്മയുടെയും കാവടി അച്ഛൻ്റെയും കുട്ടിമണി. എന്റെയും കുട്ടിമണിയാ നീ. ഞാൻ കാണിച്ചല്ലോ എന്തുമാത്രം ഫോട്ടോസും വീഡിയോസും എന്റെ മൊബൈലിലുണ്ടെന്ന്. എന്നിട്ടും നീ എന്താ എന്നെ വിശ്വസിക്കാത്തത് കുട്ടിമണി? വിശ്വാസക്കുറവൊന്നുമില്ല രാഹുല. നമ്മൾ തമ്മിൽ ഇഷ്ടമൊക്കെ ആയിരുന്നിരിക്കാം. എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടട്ടെ, അപ്പം അറിയാമല്ലോ. അപ്പോ ഞാൻ നിന്നെ തേടി ഇക്കണ്ട ദൂരം വന്നതൊക്കെ വെറുതെ ആയില്ലേ കുട്ടിമണി? കുട്ടിമണിയോട് തീരുമാനം കേട്ടല്ലോ. ഇനി നീ ഇവിടുന്ന് സ്ഥലം വിടുന്നാവും നല്ലത്. ഇവളെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം. പക്ഷേ ഇവളുടെ മുന്നിൽ വെച്ച് ഞാനതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. വയലോരം വീട്ടിലെത്തിയ അവിടുത്തെ നിഷ്കളങ്കരായ മനുഷ്യരുടെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടും. നീ ഇപ്പം എന്തൊക്കെ പറഞ്ഞും കാണിച്ചും ഇവളെ നിന്റെ വഴിക്ക് കൊണ്ടുവന്നാലും അതൊന്നും ശാശ്വതമല്ല. കണ്ണീരോടെ വയലോരം വീടിന്റെ പടിയിറങ്ങുന്ന നിന്റെ രൂപം എനിക്കിപ്പോഴേ മനസ്സിൽ കാണാം. നല്ലവനാ നീ, തിരിച്ചു പോയിക്കോ. കുട്ടിമണിയുടെയും സിജന്റെയും ജീവിതത്തിൽ തലയിടണ്ട. സിജനോ? അതാരാ? ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഒക്കെ നീ തനിയെ മനസ്സിലാക്കിയാൽ മതി. അതെ, രാഹുലൻ ഇവിടെ ഉണ്ടെന്ന് കുഞ്ഞേട്ടനോട് പറയണ്ട. കുട്ടിമണി, അപ്പോ നിനക്കെന്നെ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ കുഞ്ഞേട്ടനോട് എന്റെ കാര്യം പറയണ്ടെന്ന് നീ പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. കുഞ്ഞേട്ടൻ ഉപദ്രവിക്കുമെന്ന് പേടിയാ, അതുകൊണ്ടാ. പൊയ്ക്കോ, കുഞ്ഞേട്ടനെങ്ങാനും വന്നാ പൊയ്ക്കോ. നാടകം അസലാവുന്നുണ്ട്. നീ ഇവിടെ ഇല്ലെന്ന് കുട്ടിമണിയെ വിശ്വസിപ്പിച്ചിട്ട് നിന്നെ പേടിച്ചു വരുന്ന മട്ടിൽ രാഹുലിനെ അവളുടെ അടുത്തേക്ക് അയക്കുക അല്ലേ? അവൻ കാമുകിക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന കാമുകനാണെന്ന് വരുത്തി തീർക്കുക. ഈ കുരുട്ടുബുദ്ധി നിന്റേതാവില്ല. രാഹുലിന്റെയോ അതോ നീതുവിന്റെയോ? ബുദ്ധി ആരുടേതായാലും എന്റെ അറിവോടെയല്ല നടക്കുന്നത്. എന്തു വന്നാലും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറില്ല അച്ഛാ. ആയിക്കോട്ടെ, അത് പറയാനല്ല ഞാൻ വന്നത്. ചില കാഴ്ചകളൊക്കെ കണ്ടപ്പോ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്തു പറയാൻ അച്ഛൻ വന്നത്? എന്റെ മകളുടെ മനോനില തകരാറായതിൽ സിജൻ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിജനെ ഞാൻ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് ബാലിനോടും ഞാൻ സംസാരിച്ചു. സീതയെ വിളിക്കാൻ ഡയറക്റ്റ് നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. അച്ഛൻ സീതയെടുത്തിയെ മാത്രമായിരുന്നു വിളിക്കേണ്ടത്. എന്റെ മകളുടെ രോഗത്തെക്കുറിച്ചറിയാൻ എനിക്ക് ഇവരെയൊന്നും വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. രവി, നീ എന്നോട് ഇക്കാര്യം പറഞ്ഞ അന്ന് തന്നെ ഞാൻ ജലജയെ വിളിച്ചിരുന്നു. അവൾ ഫോൺ എടുക്കാഞ്ഞപ്പോൾ ഞാൻ മോളെ ചികിത്സിക്കുന്ന ഡോക്ടറെ നേരിട്ട് വിളിച്ചു. അവളിൽ ഉറങ്ങിക്കിടന്ന മെന്റൽ ഡിസോർഡർ വീണ്ടും ഉയർത്തെഴുന്നേറ്റതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. അനിവാര്യമായ ദുരന്തം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ ദുരന്തത്തിന് കാരണമായത് സിജനാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ദുരന്തം ഒഴിവാക്കാനാകുമായിരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചേ മതിയാകും.
അല്പം നേരത്തെ ആയതുകൊണ്ട് അവൾ സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങൾ അത്രയും കുറഞ്ഞു. ഇപ്പൊ തന്നെ കേസുകൾ എത്ര അവളുടെ പേരിൽ? നിനക്ക് വല്ല പിടിയുണ്ടോ? ആ, പിന്നെ ശിവയുടെ കാര്യം. വാളെടുത്തവൻ വാളാൽ തീരും. അത് ലോകനീതിയാ. നിന്നോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നീ വാളെടുക്കരുത്. മകളെ ദൈവം തിരിച്ചു വിളിച്ചു എന്ന് കരുതാൻ പോലും ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ മകനെ എനിക്ക് വേണം. ഞാൻ മരിക്കുമ്പോൾ നിറകണ്ണുകളോടെ എന്നെ ഒന്ന് നമസ്കരിക്കാൻ, എന്റെ ചിതക്ക് കൊള്ളിവെക്കാൻ, വർഷാവർഷം ബലിയിടാൻ, ആണ്ടുതോറും എന്റെ പേരിൽ നിർദ്ധനർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ എനിക്ക് നിന്നെ വേണം ദേവി. നോക്ക്, സിജനോടുള്ള നിന്റെ വാശി വൈരാഗ് ഉപേക്ഷിക്കണം. കുട്ടിമണിയെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കണം. നിന്റെ പൊന്നനിയത്തിയല്ലടാ അവൾ. എന്റെ പ്രായത്തുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇപ്പൊ നീ നയിച്ച യുദ്ധം സിജനെതിരെയല്ല, നിന്റെ കുട്ടിമണിക്കെതിരെ ആയിരുന്നെന്ന്. നിർത്തിയേക്കാച്ച, അവളെ ഞാൻ വയലൂർ വീട്ടിലെത്തിച്ചോളാം. പക്ഷെ സിജനോടുള്ള ദേഷ്യം എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. അതിന് കുട്ടിമണിയെ കരുവാക്കുന്നില്ലെന്ന് മാത്രം. ആയിക്കോട്ടെ, നീ കുട്ടിമണിയെ സ്വതന്ത്രമായി ചിന്തിക്കാൻ വിട്ടാൽ മാത്രം മതി. അവൾ തീരുമാനിക്കട്ടെ സിജനെ വേണോ രാഹുലിനെ വേണോ എന്ന്. ശരി അച്ഛൻ. ബിസിനസ്സിൽ എന്നെ ഞെട്ടിക്കുന്ന തീരുമാനങ്ങൾ പലതും നീ എടുത്തിട്ടുണ്ട്. ഇപ്പോ ജീവിതത്തിലും ഒരുപാട് ആശങ്കയോടെ ഇവിടെ വന്ന് കയറി ഞാൻ ഇപ്പോ സന്തോഷത്തോടെ തിരിച്ചു പോവുക. എല്ലാം ശരിയാകുമെന്ന പറച്ചിൽ മാത്രമല്ല, എല്ലാം ശരിയായി കഴിഞ്ഞു. തമ്പി സാറിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ പറഞ്ഞതല്ലേ? അല്ല, നീ ഇന്ന് തന്നെ തിരിച്ചു പോകണം. അല്ല, കുട്ടിമണിയെ ഞാൻ വയലൂർ വീട്ടിലെത്തിക്കും. അവൾ സ്വയം തിരിച്ചറിഞ്ഞിട്ട് തീരുമാനിക്കട്ടെ അവൾക്ക് ആരെ വേണമെന്ന്. കുഞ്ഞേട്ടാ, ഞാൻ ട്രാവൽസിൽ വിളിച്ച് നിനക്ക് ടിക്കറ്റ് അയച്ചു തന്നേക്കാം. ഞാൻ പോവില്ല കുഞ്ഞേട്ടാ. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ ഈ ബാംഗ്ലൂർ വിടൂ. ബില്ലു ഉണ്ടെന്നോ സീതേ? ഇല്ല, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. ഡിസ്ചാർജ് ആയ എന്താ നിന്റെ പ്ലാൻ? ചോദ്യം മനസ്സിലായില്ല. കുഞ്ഞുമണിയെ കൊണ്ട് നിന്റെ വീട്ടിലോട്ട് പോകാൻ ഉദ്ദേശമെങ്കിൽ ഞാനൊരു കാറ് പിടിച്ച് കൊണ്ടാകാം. കുട്ടാപ്പൂനെ എനിക്ക് അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യാലോ. ബാലേട്ടൻ്റെ ആഗ്രഹം ഞാൻ കുഞ്ഞുമണിയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകണമെന്നാണെങ്കിൽ ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. പക്ഷേ കുട്ടാപ്പൂനെ ഞാൻ തിരിച്ചു തരില്ല. എനിക്കിപ്പോ 2 മക്കളാ ബാലേട്ട. എങ്കിൽ പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നമുക്ക് നമ്മുടെ വീടില്ലേ? എനിക്ക് വിരോധമൊന്നുമില്ല ബാലേട്ട. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് പുതിയ ജീവിതം തുടങ്ങാൻ നമുക്ക്. എന്നാലും നീ എന്താ നേരത്തെ പറയാത്തത്? നിന്റെ തീരുമാനം അറിയാതെ അപ്പച്ചമ്മ എന്തോരം വിഷമിച്ചെന്നറിയാവോ? രാത്രി മുഴുവൻ കരച്ചിലും പ്രാർത്ഥനയായിരുന്നു. കരഞ്ഞോട്ടെ, പ്രാർത്ഥിച്ചോട്ടെ. എന്നാലും ഇവളെ കാണാൻ ഞാൻ ഒഴുക്കിയ കണ്ണീരിന്റെ അത്രയും വരില്ലത്. ഞാൻ വിളിച്ചത്ര ദൈവങ്ങളെക്കുറിച്ച് അപ്പച്ചമ്മയ്ക്ക് അറിവ് കൂടി ഉണ്ടാവില്ല. സാരമില്ല, എല്ലാത്തിനൊടുവിൽ നന്മ തന്നെ വന്ന് ഭവിച്ചല്ലോ. നന്നായി. ഞാൻ സ്വന്തമെന്ന് കരുതുന്ന ഇവളെ കാണാതെ കുറച്ചു ദിവസം ജീവിച്ചപ്പോ എനിക്ക് മനസ്സിലായി ബാലേട്ടൻ സ്വന്തമെന്ന് കരുതുന്ന കുട്ടാപ്പൂനെ കാണാത്തപ്പോ ബാലേട്ടനുണ്ടാവുന്ന വേദന. അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. കുഞ്ഞുമണിയുടെ കൂടി അച്ഛനാവാൻ ബാലേട്ടൻ ഇന്നലെ തീരുമാനിച്ചതോടെ
എന്റെ എല്ലാ സങ്കടങ്ങളും തീർന്നു. പിന്നെ ഒരു കൊച്ചു നൊമ്പരം മാത്രം ബാക്കി. ഇന്നലെ രാത്രി കുട്ടാപ്പൂനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. ഇന്നു മുതൽ 2 മക്കളും നമ്മുടെ കൂടെയില്ലേ സീത? പിന്നെന്താ കുഴപ്പം? നമുക്ക് നിന്റെ വീട്ടിൽ ചെന്ന് കുട്ടാപ്പൂനെ കൂട്ടി വയലോരം വീട്ടിലേക്ക് പോകാം. അങ്ങോട്ട് പോണ്ട ബാലേട്ട. ഞാൻ അമ്മയെ വിളിച്ച് കുട്ടാപ്പൂനെ വയലോരം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറയാം. ആ ഫോണും തരൂ. ദാ. ഞാൻ ആ ബില്ലടച്ചിട്ട് വരാം. പുറകെ നിന്നില്ലെങ്കിൽ അവർ വെച്ച് താമസിപ്പിക്കും. നമ്മുടെ വീട്ടിലെത്താൻ കൊതിയായി സീത. എനിക്കും. അമ്മ ഇപ്പൊ എവിടെ ആയിരിക്കും എന്തോ. ഇത്തിരി ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. ഇത്തിരി ടെൻഷൻ അല്ലടോ, ഒത്തിരി ടെൻഷനുണ്ട്. എന്തു പറ്റി? കുഞ്ഞേട്ടൻ എന്നോട് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുക. എന്തിന്? കുഞ്ഞേട്ടൻ്റെ മനസ്സ് മാറി നീതു. തമ്പി സാർ എന്തൊക്കെയോ ഉപദേശിച്ച് കുഞ്ഞേട്ടനെ മാറ്റി. കുട്ടിമണി സ്വാഭാവികമായ വിധത്തിൽ ഓർമ്മ വീണ്ടെടുക്കട്ടെ എന്നാ കുഞ്ഞേട്ടനിപ്പോൾ പറയുന്നേ. അവളെ വയലോരം വീട്ടിലേക്ക് കൊണ്ടുപോകാത്രേ. എന്നിട്ട് എന്താ നിന്റെ തീരുമാനം? തോൽവി സമ്മതിച്ച് പിൻവാങ്ങുവാണോ? ഇല്ല. എന്ത് തീരുമാനിച്ചാണോ ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നത് അത് നടത്തിയിട്ടേ തിരിച്ചു പോകും. മിടുക്കൻ. ഇപ്പോഴാ നീ ഒരാണായത്. ഞാനുണ്ട് നിന്റെ കൂടെ. ഞാൻ ഇടപെട്ട് പരാജയപ്പെട്ടൊരു കേസ് എന്റെ ജീവിതത്തിൽ എഴുതി ചേർക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. എന്തൊക്കെ സഫർ ചെയ്തിട്ടാ ഞാൻ രവിസാറിനോടൊപ്പം നിൽക്കുന്നതെന്ന് രാഹുലിനറിയോ? എന്റെ ജോലി കളയുന്ന തമ്പിസാറിന്റെ ഭീഷണി. അതിനെ അവഗണിച്ച് രവിസാറിനോടൊപ്പം നിന്നിട്ട് അവസാന നിമിഷം രവിസാറ് മലക്കം പറഞ്ഞ അതെങ്ങനെ ശരിയാവും? സാറിന്റെ സഹായം ഇല്ലാതെ തന്നെ കുട്ടിമണിയെ നീ സ്വന്തമാക്കും. അതെ, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇരുട്ടി വെളുക്കോളം വെള്ളം കോരിട്ട് പഠിക്കലിട്ട് തല ഉടക്കാൻ ഞാൻ തയ്യാറല്ല. രവിസാറിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. കുട്ടിമണി നിന്നെ വേണോന്ന് പറഞ്ഞ പിന്നെ രവിസാർ അത് എതിർക്കില്ല. അതെ, പക്ഷേ അവൾ എന്നെ വേണോന്ന് പറയൂ. പറയിപ്പിക്കണം. എങ്ങനെ? ഒരിക്കൽ നമ്മളൊരു തല്ലുനാടകം നടത്തിയില്ലേ, അത് ആവർത്തിക്കണം. ആരെ ഉപദ്രവിക്കുന്നത് കുട്ടിമണിക്ക് ഇഷ്ടമല്ല. അത് നമ്മൾ മുതലെടുക്കണം. പക്ഷെ ഇത്തവണത്തെ തല്ല് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വെറും അഭിനയം ആവരുത്. കുട്ടിമണിക്ക് വേണ്ടി അവളുടെ കുഞ്ഞേട്ടന്റെ കയ്യിൽ നിന്ന് നീ ശരിക്കും തല്ല് വാങ്ങണം. രവിസാർ നിന്നെ ചവിട്ടി മെതിക്കണം. നീ കരയണം, ചോര വരണം. അതെല്ലാം കണ്ടു നിൽക്കുന്ന കുട്ടിമണി നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറയും. പറയൂ. പറയിക്കും ഞാൻ. എങ്കിൽ തല്ലുകൊള്ളാൻ മാത്രമല്ല, മരിക്കാനും ഞാൻ തയ്യാറാണിതു. ഇവിടെ അങ്ങോട്ട് നമ്മൾ രണ്ടുപേരും ഇത്തിരി വില്ലനിസം കാണിക്കാൻ പോവാ. ചെകുത്താന്മാരെല്ലാം പുണ്യാളന്മാരുടെ വേഷമായിട്ട് രൂപക്കുട്ടി കയറിയിരുന്ന വേറെന്താ ചെയ്യാ? പുണ്യാളർക്ക് ചെകുത്താന്റെ വേഷം കെട്ടേണ്ടി വരും. കൈ കൊടു. ഞാൻ രവിസാറിന്റെ അടുത്ത് പോയി വിശ്വസ്ത വിധേയായി നിൽക്കും. നീ വരണം. കുട്ടിമണിയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കണം. എക്സെൻട്രിക് കാമുകന്മാരുടെ കഥ പറഞ്ഞ സിനിമകൾ ഒരുപാടില്ലേ, അതിലെ നായകന്മാരെ പോലെ പെരുമാറണം. തല്ല് വാങ്ങാൻ തുടങ്ങിയ ബാക്കി എനിക്ക് വിട്ടേക്കും. ശരി, ഓക്കേ? പറയൂ ബാലേട്ട. ഞാനാ സീതടുത്തി. സീതടുത്തി? ബാലേട്ടന്റെ ഫോണിൽ നിന്ന് പിണക്കൊക്കെ മാറിയോ? മാറി രവി. ബാലേട്ടൻ അറിയാതെയാ ഞാൻ വിളിക്കുന്നത്. ഒരു വലിയ കുഴപ്പം പറ്റി. എന്താ സീതടുത്തി? സിജൻ ഒരുപാട് നാടകം കളിച്ച് പോലീസിനെ വരെ ഉപയോഗിച്ച് എന്റെ മോളെ കൊണ്ടുപോയി. ബാലേട്ടനെ എന്റെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതായി പോലും വരുത്തി തീർത്തു. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നാലും വയലോരം വീടിന്റെ പാരമ്പര്യം കൈവിടാതെ ഞാൻ അവന് മാപ്പ് കൊടുത്തു സീതടുത്തി. ഇന്നലെ അച്ഛനോട് ഞാൻ ആ കാര്യം പറയുകയും ചെയ്തു. പക്ഷെ രവി എന്നോട് മാപ്പ് പറഞ്ഞ് മോളെ എനിക്ക് വിട്ടു തന്നു. ഞാനിപ്പോ അവൾക്കൊപ്പം ആശുപത്രിയില. എനിക്കിപ്പോ 2 മക്കളാ രവി, കുഞ്ഞുമണിയും കുട്ടാപ്പൂ.
നല്ല തീരുമാനമാണ് സീതേർത്തി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കണ്ണൊക്കെ നിറയുന്നു സന്തോഷം കൊണ്ട്. എല്ലാവരും സന്തോഷിക്കേണ്ട നിമിഷങ്ങളാണെന്ന് എനിക്കറിയാം രവി. പക്ഷെ എനിക്ക് മാത്രം സന്തോഷിക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി സീതേർത്തി? സിജന്റെ പ്രവൃത്തികൾ എനിക്കെതിരെയാണെന്ന് തെറ്റിദ്ധരിച്ച് സിജൻ വീട്ടിൽ വരുന്നതിന് മുൻപേ ഞാൻ മുംതാസ് മാഡത്തിനെ വിളിച്ചിരുന്നു. എന്നിട്ട് ശിവയുമായി വയലോരം വീട്ടിൽ നടന്ന വഴക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സിജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ബാലേട്ടൻ കരുതിയിരിക്കുന്നത് സിജൻ കുട്ടിമണിയെ തേടി ബാംഗ്ലൂർ വന്നു. ഇല്ല സീതേർത്തി, ഇവിടെ ആരും വന്നിട്ടില്ല. സിജൻ വന്നേക്കുമെന്ന് അച്ഛൻ ഇന്നലെ പറഞ്ഞിരുന്നു. എനിക്ക് സംശയമൊന്നും വേണ്ട. സിജൻ CA മുംതാസ് മാഡത്തിന്റെ കസ്റ്റഡി തന്നെയാണ്. മുംതാസ് മാഡം എന്നെ തിരക്കി ഇവിടെ വന്നിരുന്നു. അറസ്റ്റ് ചെയ്തോന്ന് ചോദിച്ചിട്ട് ഒന്നും വിട്ടു പറഞ്ഞില്ല. എനിക്കാകെ പേടിയാവുക. എല്ലാം നേരെയായി എന്ന് കരുതിയിരിക്കുമ്പോഴാ ഇങ്ങനെയൊക്കെ. സീതേർത്തി പേടിക്കണ്ട. സിജനെ ഒറ്റിയത് ഞാനാണെന്ന് വരുത്തി തീർക്കാൻ എനിക്കറിയാം. രവി, ബാലേട്ടനും കുട്ടികളുമൊത്ത് സീതേർത്തി സ്വസ്ഥമായിട്ട് ജീവിക്കും. ഞാനത് കാണും. സിജനെ ഒറ്റിയതിന്റെ പേരിൽ രവി വെറുക്കപ്പെട്ടവനായിക്കോട്ടെ എല്ലാവരുടെ മുമ്പിലും. വേണ്ട രവി, അത് ഞാൻ സമ്മതിക്കൂല. സമ്മതിച്ചേ പറ്റൂ സീതേർത്തി. കുടുംബത്തിന് വേണ്ടി നിങ്ങളൊക്കെ മാത്രം ത്യാഗം സഹിച്ചാൽ മതിയോ? രവിയുടെ പേരിലും വേണ്ട എന്തെങ്കിലും. എന്റെ അവകാശമാണ് സീതേർത്തിയത്. സിജനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന വാശി ഉണ്ടായിരുന്നു. ഇന്നലെ അച്ഛന്റെ വാക്കുകൾ എന്നെ മാറ്റി ചിന്തിപ്പിച്ചു. അവനെ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചു. മനസ്സിലെ കനലുകൾ കെടാതെ കിടക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ. ഇനിയിപ്പോ ഒരാശ്വാസം. ഞാനൊന്നും ചെയ്തില്ലെങ്കിലും രവി പ്രതികാരം ചെയ്തു എന്ന് എല്ലാവരും കരുതിക്കൊള്ളുമല്ലോ. നന്നായി സീതേർത്തി, നന്നായി. ഞാൻ വയ്ക്കൂ സീതേർത്തി. കണ്ണൊന്ന് തുറന്നിട്ട് ഞാൻ ബാലേട്ടനെ വിളിച്ചോളാം. രവി, എന്തു പറ്റി സർ? വല്ലാത്തൊരു ടെൻഷൻ പോലെ. രാഹുലിനെ ഓർത്താണോ? അവനെ ഓർത്ത് ഞാൻ എന്തിനു ടെൻഷൻ അടിക്കണം? അവൻ പോയില്ലേ? പോയിട്ടില്ല സർ. കുട്ടിമണിയെ സ്വന്തമാക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നാ അവന്റെ തീരുമാനം. തീരുമാനോ? അങ്ങനെ എന്റെ പെങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവനാരാ? അവളുടെ ഭർത്താവോ? അതൊന്നും എനിക്കറിയില്ല സർ. രാഹുലിന് എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. രാഹുലിനെ കുറ്റം പറയാനാവില്ല സർ. അവൻ ഒരുപാട് ആശ കൊടുത്തു. പെട്ടെന്ന് ഒക്കെ അങ്ങ് മറക്കണോന്ന് പറഞ്ഞാ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാവും. അതിനെന്താ കുഴപ്പം? കുട്ടിമണി ഇപ്പോഴും അവന് തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ രാഹുലിനെ അവൾക്ക് ഇഷ്ടമാണെന്നാ എനിക്ക് തോന്നുന്നത്. സാറ് പറഞ്ഞ അനുസരിച്ച് ഞാൻ ജോലി കൃത്യമായിട്ട് ചെയ്തു. രാഹുലിനെ ഇവിടുന്ന് അകറ്റിയത് സാറാണെന്നറിഞ്ഞാ കുട്ടിമണി സാറിനെ വെറുക്കും. രാഹുലിനെ പറഞ്ഞയക്കുന്നത് ഇത്തിരി സൂക്ഷിച്ചു വേണമെന്നാ എന്റെ അഭിപ്രായം. കുഞ്ഞേട്ടാ, എനിക്ക് കുട്ടിമണി ഒന്ന് കാണണം. നടക്കില്ല രാഹുല. നിന്നോട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ പറഞ്ഞതല്ലേ? ടിക്കറ്റ് റെഡിയാക്കി ട്രാവൽസ് ചെയ്ത് വിളിച്ചില്ലേ? എന്നെ വിളിച്ചു, പക്ഷേ ഞാൻ പോവാൻ തയ്യാറല്ല കുഞ്ഞേട്ടാ. എനിക്ക് കുട്ടിമണിയെ കാണണം. വിളിക്കവളെ. പതുക്കെ രാഹുല, കുട്ടിമണി കേൾക്കും. കേക്കട്ടെ കുഞ്ഞേട്ടാ, എനിക്കിവിടെ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വാ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. വേണ്ട, ഇവിടെ നിന്ന് തന്നെ എനിക്ക് സംസാരിക്കണം. പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇനി കാല് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. കുട്ടിമണി, കുട്ടിമണി, അവളെ വിളിക്കണ്ടെന്ന് നിന്നോട് പറഞ്ഞില്ലേ? എന്നിട്ട് വിടും. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. കൊന്നോ? എന്നാലും കുട്ടിമണിയോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകാം. നിങ്ങൾ എന്നെ പ്രേമിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയാണെന്നും അവസാന നിമിഷം മനസ്സിന്റെ പക്ഷം ചേർന്ന് എന്നെ പുറത്തിറക്കുകയാണെന്നും. നിങ്ങളുടെ കൈ കൊണ്ട് എനിക്ക് ചാവണം. കൊല്ലല്ലേ.